ഫസ്റ്റ് സെമിസ്റ്റർ തന്നെ അറിയുന്നു. ഓക്കെ ഫൈൻ, വീട്ടിൽ അമ്മയ്ക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഹോസ്റ്റലിലായിരുന്നു, കുഴപ്പമില്ല. ഹോസ്റ്റലിൽ ഫുഡ് കുഴപ്പമില്ല, ഫസ്റ്റ് ഡേക്ക് നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, പോയി. പിന്നെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അതിൽ കുറച്ച് കൂടി കുറഞ്ഞ ഗ്രാഫ് പോലെ മുകളിലും താഴെ കയറി വന്നായിരുന്നു. ദെൻ ഫൈനൽ സെമിസ്റ്റർ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 4 പേര് അറിയുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ആ ടൈമിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും placed in different companies like Infosys, Cognizant, even ICICI Bank, എല്ലാം പ്ലേസ് ആയിരുന്നു. അപ്പൊ ഞാൻ നോട്ടീസ് ബോർഡ് നോക്കുന്ന സമയത്ത് ദിനേഷ് 3 lakhs തരാണ്, കാർത്തിക് ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് ഫിയർ ഉണ്ടായി. സോ ഹു ഈസ് ഗോയിങ് ടു ഗിവ് ജോബ്? So what you are going to do? What is going to be the future? Like, to have a parents in home. So in the final project I want to do in software. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരാളിനെ കണ്ടുപിടിച്ചു, കുട്ടികൾക്ക് കുറച്ച് PhD പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. This happened last 2007. Then ഒരു കമ്പനിയിൽ പോയി സംസാരിച്ചു. I want to do some project. I will do PhD area. I will do some hardware also. ഞാൻ ഈസി ആയിട്ട് ഞാൻ ഹാർഡ്വെയർ ചെയ്യാൻ പറ്റും. So they given an opportunity. ഞാൻ കുറച്ച് PhD പ്രോഗ്രാമിംഗ് ചെയ്തു, ഷൈൻ ചെയ്തു. It's all good. But again എൻ്റെ സൈഡിൽ അറിയുന്നുണ്ടായിരുന്നു. അപ്പം ഫൈനൽ സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. അമ്മയ്ക്കും പറഞ്ഞു എക്സാമിൽ എഴുതിയിട്ടുണ്ട്, ഹോപ്പ്ഫുള്ളി എല്ലാം ക്ലിയർ ആവും എന്ന് പറഞ്ഞു. ഈ എക്സാമിനേഷൻ റിസൾട്ട് വരുന്ന കാണാൻ പറ്റും. ഫ്രീസ് ചെയ്താ വരുന്നത് എല്ലാം ക്ലിയർ ആയി. അപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ് ഉണ്ടായി. ഓക്കെ, ചിലപ്പോൾ ദിസ് ഇസ് റൈറ്റ് ടൈം ടു ടേക്ക്. ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം വെച്ചാൽ 2006 എന്റെ ബ്രദർ ഈ എക്സ്പയർ. സോ അതിന് മുന്നേ വരെ ഞങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ അമ്മയും അച്ഛനെ കെയർ ചെയ്തോ, ഐ ഫ്ലൈ അറൌണ്ട്, ഐ ഡു സം ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ അങ്ങനെയാണ് എന്റെ കരിയർ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ 2006 എന്റെ ബ്രദർ മരിച്ചതുകൊണ്ട് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ പാരന്റ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്. ദെൻ ഐ കെയിം ഹിയർ ഇൻ ട്രിവാൻഡ്രം ഫോർ മൈ വെക്കേഷൻസ്. അപ്പം ഞാനിങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫ്രണ്ട് പറഞ്ഞു, ജപ്പാൻ there is an opening in Chennai, purely PhD, why don't you come and chat? Then പിറ്റോസിനെ പോയി ഇന്റർവ്യൂ പറഞ്ഞാൽ ജസ്റ്റ് ഇന്ന് സംസാരിച്ച് ഒരു സ്മോൾ സ്പേസ് ആയിരുന്നു, ലൈക്ക് ഹാർഡ്ലി 10 people ഇരിക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു, ജപ്പാൻ യുവർ സാലറി is 4,500 per month. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. 2007 ജൂലൈ. ഓക്കെ, സോ കഴിഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ റിയൽ ടൈം പ്രോജക്ട്, നോ ട്രെയിനിങ്, നത്തിങ്. റിയൽ ടൈം പ്രോജക്റ്റാണ്. സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്തു, അത് ഞാൻ പഠിച്ചു. ഇതിനൊക്കെ ഫസ്റ്റ് മന്ത് സാലറി വന്നു. ചെറിയൊരു എൻവലപ്പ് കവറിലാണ് ഈ സാലറി ഇരുന്നത്. അപ്പം ഈ ബാങ്കിലൊന്നും ഇല്ല. എനിക്ക് അവരുടെ ഫ്രണ്ടിൽ ചെടി നോക്കാൻ ഒരു നാണം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാൻ ഒരു ചായ പിടിക്കാൻ പോകുന്ന പോലെ പുറത്ത് ചെടി എമൗണ്ട് കുറവായിരുന്നു, 3,750 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ആക്ച്വലി കുറവാണ്. ജപ്പാൻ യു ആർ ഇൻ പ്രൊഫഷൻ പീരിയഡ് ആൻഡ് പെർ ഡേ ഇറ്റ് ഈസ് 125 rupees. നിങ്ങൾ സാലറി ഒരു ഉച്ച കഴിഞ്ഞാൽ വന്നത്. അപ്പൊ അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ശരി, ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഫൈൻ. 3 മാസം അവിടെ കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് ഐ വോണ്ട് ടു കം ബാക്ക് ടു ട്രിവാൻഡ്രം ബിക്കോസ് മൈ പാരന്റ്സ് ആർ ഹിയർ അലോൺ. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി ടോർക്ക് എന്ന് പറഞ്ഞ കമ്പനി, ഇപ്പോൾ കമ്പനി മോപ്പി എന്ന് അറിയപ്പെടുന്നത് കമ്പനിയിൽ എനിക്ക് ഒരു ഓഫർ കിട്ടി. ഒറ്റ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഐ ഗോട്ട് ക്ലിയർ ദാറ്റ്. ഞാൻ ട്രിവാൻഡ്രം വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു സെക്കൻഡ് മന്ത് തന്നെ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഹിന്ദു പേപ്പർ വാങ്ങിച്ചിട്ട് പോകുന്ന സമയത്താണ് ഈ കെൽട്രോണിന്റെ ആഡ് നിൽക്കുന്നത്, സോഫ്റ്റ്വെയർ വാക്കൻസി. ഞാൻ പോയിട്ട് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് കോൾ ചെയ്തു. ഐ തിങ്ക് ഓൾമോസ്റ്റ് 3,500 പ്രൊഫൈൽസ് ആയിരുന്നു അന്ന് വന്നത്. ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പ്രദീപ് സാർ ഉണ്ടായിരുന്നു, സജിത് സാർ ഉണ്ടായിരുന്നു, കുറെ ഒരു 7-8 പാനൽസ് ഉണ്ടായിരുന്നു. ചറപറാന്ന് ക്വസ്റ്റ്യൻസ്. എനിക്ക് കുറച്ച് നെർവസ് ആയിരുന്നു, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. സജിത് സാർ അവസാനം ഇന്റർവ്യൂ പറഞ്ഞ ജപ്പാൻ ലൈഫ് ടയർഡെന്ന് പറഞ്ഞു, പക്ഷെ അത് കൺഫേം ആയിട്ടില്ലായിരുന്നു. അഗൈൻ 1 month കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ലെറ്റർ വന്നത്, ജപ്പാൻ കെൽട്രോൺ എന്ത് ചെയ്യും, ബിക്കോസ് ഐ നോ എസ് കെൽട്രോൺ ഇസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്തായിരിക്കും. ഇപ്പൊ ജോയിൻ ചെയ്യുന്ന മുന്നേ ഞാൻ ഓഫീസിൽ വന്ന് പെർമിഷൻ ചോദിച്ചു. സജിത് സാറിനെ ഞാൻ കണ്ടു. ജപ്പാൻ ദിസ് ഇസ് ഓൺ IGBT's പ്രോജക്റ്റ് ആണ്. ഇത് പ്യൂർലി വർക്ക്സ് ഓൺ GIS, പൈത്തൺ, അപ്പൊ ഈ പൈത്തൺ എന്നൊന്നും എനിക്ക് അറിയില്ല. ജസ്റ്റ് ഐ ഗോട്ട് കോൺഫിഡൻസ് ദാറ്റ് വി കാൻ ഏബിൾ ടു. അപ്പൊ അങ്ങനെ കെൽട്രോണിൽ വന്നു, ജോയിൻ ചെയ്തു. ഏകദേശം 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. ടിപ്പിക്കലി ഫുള്ളി വർക്ക് ചെയ്ത് പൈത്തൺ റിലേറ്റഡ് പ്രോജക്ട്സ് ആയിരുന്നു. അപ്പോൾ സജിത് സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ്, പ്രദീപ് സാറായിരുന്നു ഞങ്ങളുടെ മാനേജർ. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്.
എന്ത് ചോദിച്ചാലും അവിടെ എസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നോ ഉണ്ടാകത്തില്ല. ഒരു കോൾ സെന്റർ സോഫ്റ്റ്വെയർ നമ്മൾ സെക്രട്ടറിയേറ്റ് വേണ്ടി ചെയ്തായിരുന്നു, ഞങ്ങളുടെ ടീമാണ് ചെയ്തത്. അപ്പൊ ഒരു ആസ്ട്രിക്സിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സജി സാർ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സജി സാർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുത്തത് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തു. അവരുടെ റിക്വയർമെന്റ് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കുറെ മോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 വർഷം 2011 കംപ്ലീറ്റ് ആയി വെന്റ് ടു വിപ്രോ. വിപ്രോയിൽ ഐ ഗോട്ട് അനദർ ലൈക് എന്റെ സാലറി നല്ല ഒരു ട്രിപ്പിൾ മടങ്ങ് ഹൈക്കിലാണ് ഞാൻ വിപ്രോയിൽ പോയി. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് കലക്ട്രോൺ. അപ്പം വിപ്രോയില് ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ഐ വെന്റ് ടു കാഫറ്റീരിയ. ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവനെ കണ്ട് എന്റെ കോളേജിൽ ഞാൻ അപ്പനാണ്. അവൻ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ചായ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ചോദിച്ചു, നീ ബാലാജിയാണോ? ജയപ്പാൽ നീയാണോ? സംസാരിച്ചു. So that is his last working day in Wipro and my first working day in Wipro. അപ്പൊ നീ എന്തിനാണ് കെൽട്രോൺ വിട്ടിട്ട് വന്നത്? ഗവൺമെന്റ് കമ്പനിയിലെ യു വിൽ ഗെറ്റ് എ നൈസ് സെക്യൂർ ജോബ് ആൻഡ് ഓൾ സംസാരിച്ചു. ഇല്ല, എനിക്ക് നല്ലൊരു പാക്കേജ് കിട്ടി, അതിൽ നല്ല നോളജ് ഉണ്ട്. ദിസ് ഇസ് ദ പ്ലാറ്റ്ഫോം വേർ ഐ ഗോയിങ് ടു ലേൺ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ പറഞ്ഞു, ജയപ്പാൽ ഇവിടെ സാലറി കിട്ടുന്നുണ്ടാകത്തില്ലോ. ഐ എം ഗെറ്റിംഗ് ലൈക്ക് അറൗണ്ട് 30,000. ഇറ്റ് വാസ് ഇൻ 2011. അപ്പൊ അവൻ ഷോക്കായി. ഞാൻ എന്താണ് ഷോക്ക് ആയത്? ഇല്ല, ഞാൻ ഇന്ന് റിസൈൻ ചെയ്യണം. ഐ എം ഗോയിങ് ടു അനദർ ജോബ്. ഇറ്റ് ഈസ് 32,000. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നോളജ് ബിക്കോസ് ഓഫ് കെൽട്രോൺ. ഈ കെൽട്രോൺ അന്നിൽ ഞാൻ ജോയിൻ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ പേപ്പർ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സീനിയർ ആയിട്ടോ നിൽക്കില്ലായിരുന്നു. ദെൻ അഗൈൻ കെൽട്രോൺ വിപ്രോയിൽ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അഗൈൻ വിപ്രോന്ന് വിപ്രോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ അലയൻസ് നോക്കി തുടങ്ങി. കല്യാണം കഴിഞ്ഞു. അവിടെ 1 ഇയർ ഉണ്ടായിരുന്നു. അഗൈൻ ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തപ്പോ ദേ വാണ്ട് ടു വിപ്രോയിൽ പോയി അറിയാമല്ലോ, നിങ്ങൾക്ക് അവിടെ US തട്ടാൻ നോക്കി. ഞാൻ പറഞ്ഞു പറ്റില്ല, ഐ വോണ്ട് ടേക്ക് ഓഫ് മൈ പാരന്റ്സ്. ദെൻ ക്വസ്റ്റ്യൻ, അവരെ വിപ്രോന്ന് വിടാൻ സമ്മതിച്ചില്ല. ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. വേറെ വഴിയില്ല, അമ്മയൊക്കെ വിടാൻ പറ്റില്ലല്ലോ. സോ ഐ കേം ബാക്ക് ടു ഞാൻ ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ കമ്പനീസ് അപ്ലൈ ചെയ്തു. ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ കമ്പനിയിൽ, ഫ്ലൈറ്റ് ടെക്സ് എന്ന് പറഞ്ഞ കമ്പനി. ഇറ്റ്സ് ബീൻ ദേർ. അപ്പൊ രാജേഷ് മാത്തച്ചൻ പറഞ്ഞ പുള്ളിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തു, ഹയർ ചെയ്തു. അവിടെയും എക്സലന്റ് ഒരു പ്രോജക്റ്റ് ആണ് വർക്ക് ചെയ്ത്. സിംഗിൾ മാൻ ആയിരുന്നു. പിന്നെ വൈഫും ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം വർക്ക് ചെയ്ത് ഡിഫറെന്റ് ടീമിൽ. ദെൻ അവിടെ നിന്ന് കിട്ടിയത് വേറൊരു കമ്പനിയിൽ ഞാൻ ഒരു ടെക്നിക്കൽ അക്കൗണ്ട് മാനേജറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദർ വാസ് എ ടൈം ദാറ്റ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി. അങ്ങനെ ഞാൻ എന്റെ പഴയ കമ്പനിയിൽ അവിടെ സംസാരിച്ചു, ഞാൻ റിസൈൻ ചെയ്യുകയാണ്. ഐ വിൽ സെർവ് നോട്ടീസ് പീരീഡ്. ഞാൻ റെസിഗ്നേഷൻ ഇട്ടു. ദെൻ വീട്ടിൽ വന്നിട്ട് ഒരു 1 വീക്ക് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു 1 വീക്ക് ഒന്ന് റിഫ്രഷ് ആയിട്ട് ദെൻ എന്താ പറയാ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് എനിക്ക് കുറെ ഫ്രീലാൻസിങ് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ടെക്നോ പാർക്ക് നടത്തി ഏഷ്യാറ്റിക് ബിൽഡിംഗിൽ ഒരു ചെറിയ സ്പേസിൽ 120 സ്ക്വയർ ഫീറ്റ് ചെറിയ സ്പേസ്, നോ ഇൻവെസ്റ്റ്മെന്റ്. സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ വാങ്ങിക്കാൻ വേണ്ടി ഇൻവെസ്റ്റഡ് 2 lakhs. ഓൺലി ഇൻവെസ്റ്റ്മെന്റ് നോളജ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് മന്തിൽ 1 to 2 ആയി, then 2 to 4 ആയി, 8 ആയി. ഇപ്പോൾ 2019 we are 30+ employees. കമ്പനി ഡയറക്ടേഴ്സ് ഞാനും എന്റെ ഫാദറും എന്റെ വൈഫും മാത്രമേ, വേറെ ആരുമില്ല. ഇതിന്റെ പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ പൈത്തൺ. ഇത് വേറെ ഒന്നല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എനിക്ക് കൂടുതൽ ടെക്നിക്കൽ അറിയത്തുള്ളൂ, മാനേജ് സൈഡില്ല. ഇനി അടുത്ത് ഞാൻ ഇന്നലെ മെനങ്ങാതെ കുറച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു. സോ വാട്ട് ഈസ് ദി ഫ്യൂച്ചർ? എന്താണ് ഫ്യൂച്ചർ? ഒരു ചെറിയ എക്സാമ്പിൾ. എന്റെ കുട്ടിക്കാലത്തിലൊക്കെ നോക്കിയ ഫോൺ അതൊക്കെ ആയിരുന്നു ഭയങ്കര മാർക്കറ്റിൽ ഭയങ്കര ലീഡിങ്. ഇപ്പൊ നോക്കിയ നമുക്ക് വെരി റയർ കാണാൻ പറ്റുന്നില്ല. മാർക്കറ്റിംഗ് ലീഡ് ചെയ്യുന്നത് ഐഫോൺ, ബാക്കിയുള്ള ബിഗ് ജയന്റ്സ് ആണ്. So when I was in my childhood, Nokia had a very good brand. Now we have very good brand for Apple. So what is the next? So Apple keep release 11, 12 or 13, 14, 15 till eduvare avukku povan pattum. Next endayirikkum. So robots. So everybody is in ella industry, not only IT nalla ella industry digital transformation is most important. നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ടഫ് ടു റീറ്റെയിൻ ഇൻ ദ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി. ഞാനൊരു 2 months ബിഫോർ ഹോട്ടൽ കഴിച്ച് അവിടെ സ്വിഗ്ഗി ഇല്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ പോയപ്പോൾ പറഞ്ഞു ചിലപ്പോൾ വി ആർ ഗെറ്റിംഗ് ഓർഡർ 200 ഓർഡർ പെർ നൈറ്റ് ബിക്കോസ് ഓഫ് ദിസ്. എന്തായാലും ഒരു 5 or 6 years ഓഫ്കോഴ്സ് വി വിൽ ഹാവ് എ റോബോട്ട് ഇൻ അവർ ഹൗസ്. നമുക്ക് എന്താണ് ഇഷ്ടപ്പെടുന്ന ഫുഡ് അത് ഉണ്ടാക്കി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പുറത്ത് പോവേണ്ടി വരത്തില്ല. കാരണം ഇപ്പോഴും ഞാൻ യൂഷ്വലി സാറ്റർഡേ ഞാൻ വീട്ടിലാണ് ഫുള്ള്, എന്റെ വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടായിട്ടില്ല, എന്റെ മോനെ വിളിച്ചു അമ്മ ഫുഡില്ല என்ன பண்ண. സോ ഇന്നലെ ഞാൻ അവരുടെ പറഞ്ഞ അവരുടെ കിച്ചു വീട്ടിലെ കിച്ചു അവന് ഈ JCB അങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞു കിച്ചു യു ക്യാൻ ബിൽഡ് യുവർ റോബോട്ട്, നീ എന്ത് പറയുന്നത് ചെയ്തു തരും. ഇവൻ നീ വെള്ളം എടുക്കാൻ പറയോ, ആ ടോയ്സ് അവിടെ എടുക്കാൻ പറയോ, എന്ത് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റും, അത് നീ ചെയ്താൽ മാത്രം മതി. സോ കമ്മിങ് ബാക്ക്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അഗൈൻ AI, മെഷീൻ ലേണിംഗ് ഇതെല്ലാം ഇൻക്ലൂസീവ് ആണ്. നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിൽ ബി ഔട്ട് ഓഫ് ഇൻഡസ്ട്രി, ഡെഫിനറ്റ്ലി വിൽ ഔട്ട് ഓഫ് ഇൻഡസ്ട്രി. അതിന്റെ മേജർ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഇപ്പോഴും അടുത്ത സൊമാറ്റോയിൽ ഒരു ഓർഡർ എടുക്കുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ പോയില്ല എന്നുണ്ടെങ്കിൽ മണി ക്യാഷ് ബാക്ക് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മണി മേക്കിംഗ്. So that's all from my end. ഞാൻ പെട്ടെന്ന് എന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കാം. Just quick 4 slides ഉള്ളൂ. നത്തിങ് മച്ച് എന്റെ കമ്പനിയെ കുറിച്ചാണ്. So can you go up? No, you should come down. So please hold on. So these are the sections where we are currently working on. The mobile application, progressive effects, data analytics, big data working on the stamp augmentation. The stamp augmentation just all company, all technology. So in Technopark, we have been working with even from Cyclones. We are also part of the Cyclones, also UST Global. So now industry wanted to make 5 years high. So this is demographics where we are. These are the business sectors we are focusing on. So healthcare, island, textile industry, food and construction, social media. So different business sectors are working and list out here. Of course, these are the technical stacks. So far, we are worked on and continuously working on, and we are also trying to employees scale to adapt with the latest technologies, because technology pace is not buying speed up, not like day by day keep on changes. Our skills name scale change definitely be out of industry. So these are our clients since 2014. Yes, that's all. So I'll be here for if any questions or anything, you can come and ask me, and also I can also help you out. In the startup with troubles on the kind of question of what we have to do. One thing which I want to say is like, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഇവിടെ കുറെ പേര് എനിക്ക് മുന്നേ സംസാരിച്ച് പറഞ്ഞായിരുന്നു വാട്ട് ആർ ദ എന്തൊക്കെ ചെയ്യാൻ. അതിൽ ഒരു പോയിന്റ് ശരിക്കും ആഡ് ചെയ്യാൻ പറ്റുന്നത്, വി ഹാവ് ടു സെക്യൂർ ദാറ്റ് നമ്മളെ എംപ്ലോയീസിന് നെക്സ്റ്റ് 6 months കൊടുക്കാനുള്ള സാലറി നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ഇൻ പ്ലേസ്. നമുക്ക് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയിക്ക് ഒരു സംഭവിക്കാൻ പാടില്ല. ദേ ഹാവ് ടു ഇവൻ നമുക്ക് ടിൽ എന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേ വരെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓർ ലാസ്റ്റ് ഫ്രൈഡേ ഏതാണ് വരുന്നത് അന്ന് ആ ഡേയിൽ അവർക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ end. Thanks a lot for the opportunity. Pradeep sir, thanks a lot for this. ഈ എല്ലാ പ്രസന്റേഷൻസും will be available to people who are able to give their mobile number, mobile email. All presentations you get